കറണ്ട് പോയി. ഭയങ്കരന്മാരേ ഭയങ്കരന്മാരേ ഭയങ്കരികളേ. പിങ്കി നേരം വൈകി. അത് ഒരു ലോട്ടറിയുടെ വീടിട്ടുണ്ടായിരുന്നു. അതിലൊരു സഹോദരന് സംശയം. അപ്പോൾ അവൻ പല പ്രാവശ്യം കമൻറ്റിലും ഊമ്പിക്കലല്ല എന്നൊക്കെ വർത്താനം. അപ്പം അവനായിട്ട് സംവാദമായിരുന്നു കമൻറ്റിലൂടെ. ഒന്നുമില്ല, നമ്മൾ നമ്മുടെ സംസ്കാരം വെച്ചിട്ട് നമ്മൾ ഡീസൻ്റായിട്ട് പെരുമാറി. അവൻ്റെ സംസ്കാരം വെച്ചിട്ട് അവൻ പെരുമാറുന്നു. എനിക്കെന്തിനാ അങ്ങനെ ഫ്രോഡ് തരം കാണിക്കുന്നത്? നമ്മൾ സത്യം തന്നെയാണ്. ഞാൻ എടുത്ത ടിക്കറ്റ് മുഴുവൻ 1.5 കൊല്ലത്തെ ടിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. 1.5-2 കൊല്ലത്തിൻ്റെ അടുത്തുള്ള ടിക്കറ്റ്. പിന്നെ മറ്റുള്ളവരെ വഴി തെറ്റിക്കാനാ ഇതിനൊന്നിനും നല്ല. എനിക്ക് കിട്ടണ ടിക്കറ്റ് എടുത്തിട്ട് സമ്മാനം കിട്ടുന്ന കാശ് കൊണ്ട് അത്രയും പേരുത്ത് ടിക്കറ്റ് എടുക്കുന്നു. അല്ലാണ്ട് എല്ലാ ടിക്കറ്റിന് കാശ് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ക്യാഷിനും ടിക്കറ്റ് എടുക്കും. അപ്പം അതൊന്ന് കാണിച്ചു എന്നുള്ളൂ. അടുപ്പിച്ച് 3 ദിവസം അടിച്ചപ്പോൾ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അതിപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തെളിവ് അടക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ അത് തെറി വിളിക്കും, അതിന് വിളിക്കും. അതൊക്കെ അവരെ സംസ്കാരം, അത് നമുക്ക് വിഷയമില്ല. അപ്പം ഇന്ന് ലിവറാണ്, പോത്തിൻ്റെ ലിവർ. കറണ്ട് പോയി, അത് തന്നെ. കമൻറ്റ് ടൈപ്പ് ചെയ്ത് പോട്ടെ. രസം. നമുക്ക് വേറെ പണി, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന് എൻ്റെ അടുത്തേ. പുലർച്ചെ 4:30 എഞ്ച്. ഇപ്പോൾ വണ്ടി ടെസ്റ്റാ, ഓട്ടോറിക്ഷ ടെസ്റ്റാ. 4:30 അടിച്ച് വണ്ടി എടുത്ത് നേരം വെളുക്കുമ്പോൾ തെങ്ങ് കയറാൻ പോയി. 9 മണിയാകുമ്പോൾ പണിക്കാർ വന്നാൽ മരം മുറിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ കടയിലേക്ക് സാധനങ്ങൾ, മാർക്കറ്റിലേക്ക് പോവുക 100 വട്ടം. അത് കഴിഞ്ഞ് കാർ എടുക്കാൻ പോകണമെങ്കിൽ കാർ എടുക്കാൻ പോവുക. അത് കഴിഞ്ഞ് മരമൊക്കെ കൊടുത്ത് വരുമ്പോൾ രാത്രി 9 മണിക്ക് എത്തണം. എൻ്റെ അടുത്ത് പറയാ പണിയെടുത്ത് ജീവിച്ചു വിടാന്ന്. ചിലപ്പോൾ അവൻ്റെ പണി എന്തിട്ടാവും എനിക്കറിയില്ല കേട്ടോ. ആ പണി എനിക്കറിയില്ല, ആളെ പേരൊന്നും പറയുന്നില്ല. ആ കമൻറ്റിലുണ്ട്. അവൻ്റെ പണി എനിക്ക് അറിയില്ല എടുക്കുക. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ടുള്ള പണി എടുക്കുന്നു. സത്യാവസ്ഥ അത് കാണിച്ചു എന്ന് മാത്രം. അടിച്ചൊരു അതിശയം തോന്നിപ്പോൾ ലോട്ടറിയുടെ വീഡിയോ ഇട്ടു എന്ന് മാത്രം. അപ്പം ഇന്ന് പോത്തിൻ്റെ ലിവർ മേടിച്ചു. ലിവർ കണ്ടോ വരട്ടി വെച്ചേക്കാം. കറണ്ട് പോയി. അല്ലെങ്കിൽ അമ്മ 2ാമത് കുക്കറിലിട്ടു വെന്തില്ല മണ്ട്. ആകുമ്പോൾ ഇപ്പോൾ വെന്തു കേട്ടോ. പിന്നെ ഇഡ്ഡലി, കാലത്ത് ഇഡ്ഡലി കേട്ടാ. പക്ഷേ സ്പോഞ്ച് ഇഡ്ഡലിയാ. സാമ്പാർ പൊരി കേട്ടാ. സാമ്പാർ മുട്ടണ്ട. ഇഡ്ഡലി അരി ഭക്ഷണമാണല്ലോ. എന്നാലും കുഴപ്പമില്ല, ഇഡ്ഡലി അല്ല. പിന്നെ ചീരേര വീഡിയോ എടുക്കുമ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. ചീരക്കറി കുറേ ഉണ്ടായിരുന്നു. ഇപ്പം ആകെ ഒരു തുണ്ടുള്ള കേട്ടോ. അതൊക്കെ ഞാൻ കഴിച്ച് കഴിഞ്ഞു. പകുതിയിൽ കറണ്ട് പോയി. പിന്നെ ഞാൻ പറഞ്ഞ ജൻസി കത്തിക്കാൻ സമയമെടുത്തു. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓരോരുത്തർ കണ്ട ഓരോ കമൻറ്റ് തോന്നിയതൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടി വരും. അവരാണ് പഠിപ്പിക്കുന്നത് നമ്മളെ. എന്തെങ്കിലും ആവട്ടെ. അത് പൂവമ്പഴം നമ്മളെ കടയിലത്തെ കേട്ടാ. ഇത് കടയിലത്തെ പൂവമ്പഴം, ഞാലിപ്പൂവൻ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഒരു ജോൺസാൻ്റെ പറമ്പുണ്ട്, അവിടെ നാടൻ സാധനങ്ങളാ. ഭയങ്കര മധുര. അപ്പം അത് പഴുത്ത് പിങ്കി അലക്കണ്. പിങ്കി കടിക്കുന്നില്ല. ചുക്കുരു ഇരിക്കുന്നിട്ട് അവിടെ. ചുക്കുരു മുഖത്തിന്. ചുക്കുരുവിന് നാണെന്നല്ല, അവിടെ ഇടിക്കാരുത്തിയാ. തക്ഷൊക്കെ കടന്നു. കാണ്ടില്ല. തക്ഷ ഫോണിൽ എക്സ്പെരിമെന്റ് ചെയ്യാ. എന്നിട്ട് അത് ഇപ്പം തന്നെ റോബോട്ട് ഉണ്ടാക്കാൻ പോവാ. അപ്പോൾ ഓക്കെ. പിങ്കി അലക്കണു. ഇരുട്ടത്തിരുന്ന് പിങ്കി അലക്കണു. അപ്പോൾ ഓക്കെ ഭയങ്കരമാരെ, ഗുഡ് നൈറ്റ് ആൻഡ്
സ്വീറ്റ് ഡ്രീംസ് ഭയങ്കരികളേ.